ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല അടിപൊളി ട്രേഡിംഗ് ഡേ ആയിരുന്നു. ഇഷ്ടംപോലെ ടാർഗറ്റുകളാണ്. ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ ചെയ്തത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇഷ്ടംപോലെ ടാർഗറ്റുകളുണ്ട്. എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ദിവസം കൂടിയായിരുന്നു. ഇത്രയും ദിവസം ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു മാർക്കറ്റ്. ഇത്രയും ദിവസം നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നം, നമ്മുടെ ട്രേഡിങ്ങിന് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് പ്രൈസ് ലിമിറ്റ് പ്രൈസ് നോക്കി ഇരുന്നിട്ട് കിട്ടാണ്ടിരിക്കലായിരുന്നു. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു 5 രൂപ 6 രൂപ വ്യത്യാസം എപ്പോഴും കടന്നു പോകുമായിരുന്നു. നമുക്കൊന്നും അഗ്രസീവ് ട്രേഡേഴ്സിന് എടുക്കാം, ഒരു ലിമിറ്റ് നോക്കിയിരിക്കുന്ന ട്രേഡറിന് അല്ലെങ്കിൽ ചെറിയൊരു പൈസയ്ക്ക് ഒരു രൂപ വ്യത്യാസത്തിന് എടുക്കാൻ താല്പര്യമുള്ള ഒരു ട്രേഡറിന് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റ് സിനാരിയോസ് ആയിരുന്നില്ല. ഒരാഴ്ചയുടെ മുകളിലായി അങ്ങനെ നിൽക്കണം. മനസ്സിലായില്ലേ? വാർ തുടങ്ങിയ ശേഷം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ട്രേഡ് ചെയ്യാൻ. പക്ഷെ ഇന്ന് അതൊക്കെ നന്നായിട്ട് തീർത്തേക്കാണ്. നമ്മുടെ കണ്ടീഷൻ്റെ പോലുള്ള ട്രേഡുകളാണ് ഇഷ്ടംപോലെ വന്നേക്കണത്. അങ്ങനെ ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഒന്നും മാർക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോകാം. നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിന് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ചെയിൻ, ഓപ്ഷൻ ഗ്രീക്സ്, OA ഡാറ്റ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SL എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെയാണ് ഒരു ഓർഡർ എടുക്കേണ്ടത്. എൻ്റെ ഒപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ SL എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കണം, എങ്ങനെ കറക്റ്റ് ഓർഡർ എടുക്കാമെന്ന് നിങ്ങൾ പഠിക്കണം. അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ബൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ട്രേഡറിന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ എനിക്കൊരു ഹായ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് ട്രേഡറൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ടെലിഗ്രാമിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ഇന്ന് 21 ഡേറ്റ്. ഇത് നിഫ്റ്റി ലെവൽസ് ആണ് കേട്ടോ. നിഫ്റ്റി കറക്റ്റ് എക്സാക്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കാൻ മതി ഇതൊരു സൈഡ് വൈസ് മൂവ്മെൻ്റ് അല്ല, ഇതിൽ നല്ലൊരു മൊമെൻ്റ് ഉണ്ട് മാർക്കറ്റിൽ. മോർണിംഗ് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്തത്. ഈ സപ്പോർട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് നല്ല രീതിക്ക് പോയി, റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് ഈ സപ്പോർട്ടിൽ തിരിച്ചു വന്നു. ഇങ്ങനത്തെ ഒരു ഫ്ലോ ഉണ്ട് നിഫ്റ്റിക്ക് എന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതാണ് ഇത്രയും നല്ല ട്രേഡുകൾ കിട്ടാനുള്ള ഫസ്റ്റ് കാരണം. പിന്നെ കൺസോൾട്ടേഷനാണ്. തൽക്കാലം ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കുകളെ പരിപാടിക്കാൻ നിൽക്കണത്. എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽസിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയാണ്. ഇപ്പോൾ സ്പോട്ട് ബേസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ സ്പോട്ടിലാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണു, ഗ്രീൻ ക്യാൻഡിൽ റിജക്റ്റ് ചെയ്യണു, നമുക്ക് ട്രേഡ് എടുക്കാം, പ്രോഫിറ്റായി. ഇനി ഇവിടെ ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം, അല്ല ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പോരാ, റെഡ് ക്യാൻഡിൽ വരണം. ഇവിടെയാണ് ട്രേഡ് ആക്ടിവേഷൻ വന്നേക്കണത്. നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം, അപ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടും. സ്പോട്ട് ബേസ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത്രയുള്ളൂ കാര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകൾ ട്രേഡ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ഇന്നത്തെ സ്ട്രൈക്കുകൾ തന്നെയാണ്. ഇതിലൊക്കെ നമ്മൾ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു, പലതും നമുക്ക് കിട്ടിയിരുന്നു, ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് 24,700 C ആണ്. അത് നമുക്ക് 50 പോയിന്റ് കിട്ടിയ ട്രേഡാണ്. പിന്നെ ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡാണ്, ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. അപ്പോൾ അത്രയും പ്രത്യേകത ഈ ട്രേഡിനുണ്ട്. ഈ ഒറ്റ ട്രേഡ് നിങ്ങൾ ടാർഗറ്റിക്ക് വരുന്നത് 8 മിനിറ്റ് കൊണ്ടാണ്. 8 ക്യാൻഡിലിൽ നിങ്ങൾ ടാർഗറ്റിൽ വന്നിട്ടുണ്ട് 50 പോയിന്റ്. അപ്പോൾ 8 മിനിറ്റ് നിങ്ങൾ ടാർഗറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഈ ഒറ്റ ട്രേഡ് നിങ്ങൾ ഫുൾ ടാർഗറ്റ് എടുക്കാറുണ്ടെങ്കിൽ ഇന്നത്തെ ട്രേഡിങ് നമുക്ക് നിർത്താം. 8 മിനിറ്റിൽ 50 പോയിന്റ് നിഫ്റ്റിയിൽ ഈസി അല്ല കേട്ടോ. അത് ഞാൻ പറയണം, അത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. 8 മിനിറ്റിൽ 50 പോയിന്റ് കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും ഉണ്ട്. നമുക്ക് 1 മിനിറ്റിൽ 2 മിനിറ്റിൽ 3 മിനിറ്റിലൊക്കെ 50 പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ട്രേഡ് തന്നെയാണ് ഇത് ഒരു വ്യത്യാസമാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി ഒരു വ്യത്യാസം നമുക്ക് കിട്ടുന്ന ട്രേഡ് എടുക്കണം. ഇനിയിപ്പോൾ 2 രൂപ 3 രൂപയിൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഈ സംഭവം 50 പോയിന്റ് തന്നെയാണ് പോയിക്കണത്. ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ഡിമാൻഡ് പ്രൈസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ലിമിറ്റിൽ വന്നിട്ടില്ല, ലിമിറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇട്ട് വെക്കാനും പറ്റില്ല. അത് അപ്പോഴേക്കും കയറി പോയിട്ടുണ്ട്. ഈ മുകളിലത്തെ ഈ ലെവൽസൊക്കെയും ഈ 150, 90, 179, 65 ഇതൊക്കെ ആക്ടിവേറ്റ് തന്നെയാണ് കേട്ടോ. ഈ 179, 65 ഞാൻ കൊടുത്തിട്ടില്ല, 150, 90 കൊടുത്തത് തന്നെയാണ്. ഇതൊക്കെ ആക്ടിവേറ്റ് തന്നെയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ കുറേ പല ടാർഗറ്റുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് പോവുകയാണെങ്കിലും നല്ല ടാർഗറ്റ് കിട്ടും. അതൊന്നും പറയണമെന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ മിനിമം പോയിൻറ്റ്സ് ആണ് സംസാരിക്കുന്നത്. പിന്നെ ഇത് 54,900 C ആണ്. ബാങ്ക് നിഫ്റ്റിയാണ്, 1:5 ആണ്. അതായത് ഒരു 30 പോയിൻ്റാണ് SL, 150 പോയിൻ്റാണ് ടാർഗറ്റ്. ബാങ്ക് നിഫ്റ്റിയിൽ 150 പോയിൻ്റ് ടാർഗറ്റ് ഈസി ആയിട്ട് സംഭവം എനിക്ക് തോന്നണില്ലേ. നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ബാങ്ക് നിഫ്റ്റിയിൽ 150 പോയിൻ്റ് ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി എടുക്കുന്ന ആൾക്കാർ അതൊന്നും കിട്ടില്ല. ഇത് അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ളവർ കിട്ടിയതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം അഴിഞ്ഞ് പോണ മാർക്കറ്റാണ് ഈ 150 ഒക്കെ വന്നുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? ഇതും ഒരു ലിമിറ്റിലല്ല കേട്ടോ. ഇത്തിരി മുകളിൽ നടക്കണം, ഒരു 10 പോയിന്റ് മുകളിൽ നടക്കണം. 10 പോയിന്റ് 30 പോയിന്റ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ചെറുതാണ്. 10 പോയിന്റ് ഡിമാൻഡ് തന്നെയാണ്.
നമുക്ക് എടുക്കാവുന്ന തന്നെയാണ്. ഇനിയിപ്പോൾ അല്ല 765 എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കാം. അവിടെ നിന്നാണെങ്കിൽ ഈ സംഭവം ഒരു 100 പോയിന്റ് മിനിമം പോയിട്ടുണ്ട്. 24,800 ആണ്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ ഇട്ടതാണ് കേട്ടോ. ഇതിന് 250 പോയിന്റ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ട്രേഡുകളെന്ന് പറഞ്ഞില്ലേ വേറൊരു പ്രൈസിൽ എൻട്രി ഉണ്ട്. ആദ്യത്തെ പ്രൈസ് എൻട്രി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണിത്. ഒന്നെങ്കിൽ ഇവിടെ എടുക്കുക, ഒന്നെങ്കിൽ ഈ പ്രൈസിന് ലിമിറ്റിൽ പോയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഈസിയായിട്ട് നിങ്ങൾക്ക് 82 രൂപ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ എടുക്കുക 94 രൂപയ്ക്ക്. ഇതും ലിമിറ്റിന് പോയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ ഇതിൽ ഡിമാൻഡ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഈ 2 ട്രേഡിലും ഇതിൽ ഏതെടുത്താലും 50 പോയിൻ്റാണ്. മനസ്സിലായി? അപ്പോൾ അതാണ് ഞാൻ മുകളിൽ എഴുതി വെച്ചാണത്. 2 എൻട്രി പ്രൈസ് ഉണ്ട് സെയിം സ്ട്രൈക്കിൽ തന്നെ. പക്ഷെ ഫുൾ ടാർഗറ്റാണ് രണ്ടിലും 50 പോയിന്റ് വെച്ചിട്ടാണ്. ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഇത്തിരി നല്ല പോയിൻ്റൊക്കെ പോകും കേട്ടോ. അതായത് 143 200 വരെയൊക്കെ ഒരു 100 പോയിൻ്റെ മുകളിൽ 1:10 ഒക്കെ നമുക്കാണെങ്കിൽ പറയാൻ പറ്റും. ഇതൊക്കെ ഈസി ആയിട്ട് 1 വേരാണ് ഇതൊക്കെ പോയിക്കണത്. മനസ്സിലായോ? 1:10 ഒക്കെ പറയാൻ പറ്റും. നമ്മളിവിടെ ഒരു 50 പോയിൻ്റ് വരെ സംസാരിക്കണത്. SL ഇല്ലായില്ല. നിഫ്റ്റിയിൽ നമുക്ക് ഒരെണ്ണം ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്ക് ശേഷമൊക്കെ ഒരു SL അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, SL അടിക്കുമ്പോൾ 2 ക്യാൻഡലൊക്കെ അടിക്കും. പക്ഷേ ഈ ട്രേഡ് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ട് 1:1 കണ്ടിട്ടാണ് SLക്ക് പോയത്. ചിലപ്പോൾ ഇതൊന്നും ബുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. SL ഇടാനും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ SL അടിച്ചിട്ടുണ്ടാവും, അത്ര തന്നെ. ഇതേപോലത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് SL അടിച്ചിട്ടുണ്ട് രാവിലെ. പെയ്ഡ് ഗ്രൂപ്പിലത്തെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. അത് കഴിഞ്ഞിട്ടാണ് 150 പോയിൻ്റെ ടാർഗറ്റ് വന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. SL ഒക്കെ എന്തായാലും വരും. പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മൾ നല്ലൊരു ടാർഗറ്റ് എടുത്ത് തീരാവുന്ന വിഷമങ്ങളേ ഉള്ളൂ എല്ലാവർക്കും. ഞാൻ എല്ലാ ദിവസവും പോളൊക്കെ ഇടാറുണ്ട് കേട്ടോ. എത്ര പേര് പ്രോഫിറ്റിലാണ്, എത്ര ലോസിലാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും പ്രോഫിറ്റിലാണ്. പിന്നെ എടുക്കാത്തവരുണ്ടെങ്കിലുള്ളൂ. എടുത്തവരൊക്കെ പ്രോഫിറ്റിൽ തന്നെയാണെന്നാണ് പോളിൽ കണ്ടത് ഞാൻ. അപ്പോൾ എല്ലാവരും മാറി വരുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റായിട്ട് ട്രേഡ് എടുത്ത് വരുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അത് നല്ലൊരു സൈനാണ്. നമുക്ക് പ്രോഫിറ്റിക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന ഒരു സൈനും കൂടിയാണത്. എൻ്റെ ഒപ്പം നമുക്ക് അല്ലറ ചില്ലറ വേറെ ട്രേഡും വന്നിരുന്നുണ്ട്. എല്ലാം പറയണമെന്നില്ല. 20 പോയിന്റ് പോയിട്ടുള്ള ട്രേഡൊക്കെ ഉണ്ട്. അത് പറഞ്ഞ കാര്യമില്ല. ഇത്രയും ടാർഗറ്റിൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രൂഡ് ഓയിലൊക്കെ നല്ല രീതിക്ക് പ്രോഫിറ്റ് വരുന്ന മേഖലയാണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ക്രൂഡ് ഓയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തു. 2-3 ട്രേഡൊക്കെ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്രൂഡ് ഓയിലിൽ. അപ്പോൾ അതിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞ് 1 മണിക്കൂർ ഹോൾഡ് ചെയ്യണം. പിന്നെ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 50 പോയിൻ്റൊന്നും കിട്ടില്ല. മിനിമം ഒരു 3-4 മണിക്കൂറൊക്കെ ഇരിക്കും 50 പോയിൻ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ടൈം ഡ്യൂറേഷൻ. കോഴ്സ് പ്രൊവൈഡിങ്ങിൻ്റെ എത്ര കോഴ്സ് കിട്ടും ക്രൂഡ് ഓയിൽ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. കറക്റ്റായിട്ട് എൻട്രി പ്രൈസ് കണ്ടുപിടിക്കാൻ പഠിക്കുക. എൻട്രി പ്രൈസ് കറക്റ്റ് കിട്ടിയാലാണ് ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റലിൽ പോകാനാണ് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ മാക്സിമം സ്ട്രൈക്ക് ചാർട്ടിലൊക്കെ ട്രേഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ അപ്ഗ്രേഡ് ആവുക. ഞാൻ പറഞ്ഞത് അതാണ്. അപ്ഗ്രേഡ് ആയാൽ തീരാവുന്ന കുറേ പ്രശ്നങ്ങളുള്ളൂ പുതിയ ട്രേഡേഴ്സിനൊക്കെ കേട്ടോ. പഴയ ട്രേഡേഴ്സിന് ലോസിൽ ചെയ്യുന്നവർ മാത്രമല്ല, ഇപ്പോഴൊരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത കുറേ ട്രേഡേഴ്സ് ഉണ്ടാവും. അവർ സ്ട്രൈക്കിലേക്ക് വന്നിട്ട് ചെയ്ത് നോക്കി വെക്കുക. നിങ്ങളുടെ രജിസ്റ്ററൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി വെക്കുക. അവിടെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ ട്രേഡിങ്ങിന് ഇരിക്കാൻ നോക്കുക. കറക്റ്റ് SL മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കറക്റ്റായിട്ട് ഡിമാൻഡിൽ എടുക്കാൻ നോക്കുക, ലിമിറ്റിൽ എടുക്കാൻ നോക്കുക. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള അഡ്വൈസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വ്യാഴാഴ്ച ട്രേഡുകൾ കണ്ടിട്ട് അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.